Hi children, hope you are well. Okay, open your textbook, page number 17. Today we are going to study storage devices. Storage devices. The storage devices are used to store data. This can be carried away easily from one place to another. Some of the storage devices are floppy disk, compact disk, and USB pen drive. Storage device required to store data. It can be moved to one place to another place. USB pen drive, CD, DVD disk, external hard disk, floppy disk, memory card are example of storage device. അല്ലേ, ഡേറ്റ സംഭരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോറേജ് ഡിവൈസ് അല്ലേ. ഇതിനെ വേറൊരു സ്ഥലത്തേക്ക് അല്ലേ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയും. ഇത് ഇറ്റ് ക്യാൻ ബി ക്യാരീഡ് അവേ ഈസിലി എളുപ്പത്തിൽ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഈസിലി ഫ്രം വൺ പ്ലേസ് ടു അനദർ. Remember that hard disk is also a storage device, but you cannot take it away from a computer. We know hard disk also a storage device. ഹാർഡ് ഡിസ്ക് അല്ലെ, ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഹാർഡ് ഡിസ്കിനെ നമുക്കത് എടുക്കാൻ കഴിയില്ല അല്ലെ. ഹാർഡ് ഡിസ്ക് നമുക്ക് ശേഖരിച്ചു വെക്കാനുള്ള സംഭരണ ഉപകരണം കൂടിയാണെങ്കിൽ പോലും അത് കമ്പ്യൂട്ടറിൽ നിന്നും നമുക്കത് എടുക്കാൻ കഴിയില്ല. Understood? Next one, floppy disk. Floppy disk is a small storage device. It can store useful information and can be carried easily from one place to another. It can store small documents and images. Always keep your floppy disk in a dry place. Keep your floppy disk away from magnets. Magnets can destroy data stored in floppy disk. Do not place heavy objects over floppy disk. Nowadays, we are not using the floppy disk because it is a small storage device. അല്ലേ, നമ്മളിപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് കൂടുതൽ ഉപയോഗിക്കാറില്ല. അത് വളരെ കുറച്ച് മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. ഏതിൽ? ഈ ഫ്ലോപ്പി ഡിസ്കിൽ അല്ലേ. അപ്പോൾ ഇറ്റ് ക്യാൻ സ്റ്റോർ സ്മോൾ ഡോക്യുമെന്റ്സ് ആൻഡ് ഇമേജസ് അല്ലേ. എപ്പോഴും നമ്മൾ ഓൾവേസ് കീപ്പ് യുവർ ഫ്ലോപ്പി ഡിസ്ക് ഇൻ എ ഡ്രൈ പ്ലേസ്. നമ്മൾ ഈ വെള്ളം ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തിൽ മാത്രം സൂക്ഷിക്കുക അല്ലേ. അത് വെള്ളം തൂകിയിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും കൊണ്ട് വയ്ക്കാൻ പാടില്ല. Keep your floppy disk away from magnets. Magnets can destroy data stored in floppy disk. Do not place heavy objects over floppy disk. എന്താണ്? ഭാരമുള്ള വസ്തുക്കളൊന്നും കൊണ്ടുപോയി ഫ്ലോപ്പി ഡിസ്കിന്റെ മുകളിൽ വയ്ക്കാൻ പാടില്ല അല്ലേ. അതിന്റെ മുകളിൽ വയ്ക്കാൻ പാടില്ല അല്ലേ. അപ്പം ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് വി ആർ നോട്ട് യൂസിങ് ദ ഫ്ലോപ്പി ഡിസ്ക്. നൗഡേയ്സ് വി ആർ നോട്ട് യൂസിങ് ദ ഫ്ലോപ്പി ഡിസ്ക്. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് എ സ്മോൾ സ്റ്റോറേജ് ഡിവൈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കോമ്പാക്ട് ഡിസ്ക്. A compact disk and optical disk. A compact disk and optical disk. It is used for storage large files.
It can store movies, songs, images, and large files. Compact disk is very sensitive, so do not touch the shiny surface of your compact disk. Do not write on the surface of CD, you may lose your data. Keep your CD in a dry place. അല്ലേ, കോമ്പാക്റ്റ് ഡിസ്ക് എന്ന് പറയുന്നത് എന്താണ്? CD അല്ലേ, സി ഡി ആണ് നമ്മൾ കോമ്പാക്ട് ഡിസ്ക് എന്ന് പറയുന്നത് അല്ലേ. കോമ്പാക്റ്റ് ഡിസ്ക് ഈസ് എ ഒപ്റ്റിക്കൽ ഡിസ്ക് വിച്ച് വി കോൾഡ് ആർ CD. അതിനെന്താണ് വിളിക്കുന്നത്? CD എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വി ക്യാൻ സ്റ്റോർ ലാർജ് ഡേറ്റ പെർമനൻ്റ്ലി അല്ലേ, ലാർജ് ഡേറ്റ പെർമനൻ്റ്ലി, വലിയ ഫയൽ സംഭരിക്കാൻ ഇതിന് കഴിയും. ഏതിന് കഴിയും? ഈ കോമ്പാക്റ്റ് ഡിസ്കിന്, CD. ഇറ്റ് ക്യാൻ സ്റ്റോർ മൂവീസ്, സോങ്സ്, ഇമേജ് ആൻഡ് ലാർജ് ഫയൽസ് അല്ലേ. ഇതെന്താണ്? ഇതിൽ മൂവീസ്, സോങ്സ്, ഇമേജസ് ഇതെല്ലാം ശേഖരിച്ചു വയ്ക്കാൻ കഴിയും. കോമ്പാക്റ്റ് ഡിസ്ക് ഈസ് എ വെരി സെൻസിറ്റീവ്, സോ ഡു നോട്ട് ടച്ച് ദ ഷൈനി സർഫേസ് ഓഫ് യുവർ compact disk. It is very sensitive, so do not touch shiny surface. Do not scratch the CD. Keep the CD or DVD in dry place. അല്ലേ, നമ്മൾ ഈ CD യെ നന്നായിട്ട് സൂക്ഷിക്കണം അല്ലേ. അതിൽ എന്താണ്, കൂടുതൽ ടച്ച് ചെയ്യാൻ പാടില്ല അല്ലേ. അതിൽ സ്ക്രാച്ച് വീഴും അല്ലേ. സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ എന്താവും? CD എന്താവില്ല, എന്ത് ചെയ്യത്തില്ല? വർക്ക് ചെയ്യത്തില്ല അല്ലേ, വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ആ CD എന്ത് ചെയ്യണം? വളരെ സൂക്ഷിച്ച് ഡ്രൈ ആയ പ്ലേസിൽ നമ്മൾ സൂക്ഷിക്കണം. CD-യുടെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്റ്റ് ഡിസ്ക്. അപ്പോൾ DVD-യുടെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ വെർസാറ്റൈൽ ഡിസ്ക്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? USB pen drive. USB pen drive is a small device that is used to transfer files easily from one computer to another. USB stands for Universal Serial Bus. USB stands for Universal Serial Bus. Place the USB pen drive in a safe place. Keep USB pen drive in a clean and dry surface. Attach it softly in USB drive and detach it softly from your computer after use. USB pen drive എല്ലാവരും കണ്ടു കാണും അല്ലേ. പെൻ ഡ്രൈവ് എല്ലാവരും കണ്ടു കാണും അല്ലേ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പെൻ ഡ്രൈവ് ഈസ് എ സ്മോൾ ഡിവൈസ് അല്ലേ, ചെറുതാണ് പെൻ ഡ്രൈവ് എന്ന് പറയുന്നത്. ദാറ്റ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഡേറ്റ വൺ PC ടു അനദർ. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ, ഡേറ്റാസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. യൂണിവേഴ്സൽ സീരിയൽ ബസ് ഈസ് എ ഫുൾ ഫോം ഓഫ് USB അല്ലേ. യൂണിവേഴ്സൽ സീരിയൽ ബസ് ഇസ് എ ഫുൾ ഫോം ഓഫ് USB അല്ലേ. എല്ലാവർക്കും അറിയാമല്ലോ USB പെൻ ഡ്രൈവ് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫയലുകൾ എളുപ്പത്തിൽ കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ് USB പെൻ ഡ്രൈവ് അല്ലേ. അപ്പോൾ നമ്മൾ USB പെൻ ഡ്രൈവ് എപ്പോഴും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം അല്ലേ. നമ്മൾ സൂക്ഷിച്ച് തന്നെ വെക്കണം സുരക്ഷിതമായ സ്ഥലത്ത്. USB പെൻ ഡ്രൈവ് നല്ല സ്ഥലത്തും പിന്നെ വെള്ളമൊന്നും കിടക്കാത്തതുമായുള്ള ഡ്രൈ ആയ ഒരു പ്ലേസിൽ വേണം നമ്മൾ സൂക്ഷിക്കേണ്ടത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് പോയിന്റ്, attach it softly USB drive and detach it softly from your computer after use. നമ്മൾ കമ്പ്യൂട്ടറിൽ ഈ പെൻ ഡ്രൈവ് ഉപയോഗിച്ചതിന് ശേഷം വളരെ സോഫ്റ്റ് ആയിട്ട് അല്ലേ, വളരെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം അല്ലേ. പതുക്കെ ഊരി മാറ്റി വെക്കണം അല്ലേ. സ്പീഡിൽ വെപ്രാളത്തിൽ പോയിട്ട് ഊരി മാറ്റാൻ പാടില്ല അല്ലേ. വളരെ പതുക്കെ അല്ലേ. എന്താണ്? ഇറ്റ് സോഫ്റ്റ്ലി ഫ്രം യുവർ കമ്പ്യൂട്ടർ ആഫ്റ്റർ യൂസ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ.
എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. We will see in the next class. Bye.